വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോയിൽ വിജയ് സേതുപതി ഒരു ചിക്കൻ 65 റെസിപ്പി പറഞ്ഞിരുന്നു. ഗ്രീൻ കളറിലെ ചിക്കൻ 65 നമ്മുടെ ഹരിയാലി ചിക്കനായിട്ട് കുറച്ച് സിമിലർ ആണ്, എന്നാലും കുറച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ തുടങ്ങാം. I am Akshya and welcome to Akshaya's Cameo. അപ്പോൾ ഗ്രീൻ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 സ്റ്റെപ്പായിട്ടാട്ടോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, തൈര്, ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കറിവേപ്പില, പുതിനയില, മല്ലിയില, പച്ചമുളക്, അത് എരിവിനാവശ്യമായിട്ടിടണേ, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയെടുക്കണം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിത്ത് ബോൺ ചിക്കൻ ആണ്. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ക്യൂബ്സ് ആണല്ലോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1/2 കിലോ വിത്ത് ബോൺ ചിക്കൻ എടുത്തിട്ടുണ്ട്, കറിക്കട്ടായിട്ട് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണേ. ഈ തൈര് ഇങ്ങനെ ഇടുമ്പോൾ ചിക്കൻ സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാലും നല്ലതാണേ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അരപ്പുണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഓരോ ഹാൻഡ് ഫുള്ള് മല്ലിയിലയും പുതിനയിലയും, ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. ഒരു 2-3 തണ്ട് കറിവേപ്പിലയുണ്ട്. ഒരു 6-8 പച്ചമുളക്, നിങ്ങളുടെ എരിവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇത് വലുതായതുകൊണ്ടാണ് 5-6 അല്ലി എടുത്തുള്ളൂ. തീരെ ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണേ, പെരുംജീരകമൊന്നുമല്ല, ക്യൂമിൻ സീഡ്സ്. ഇത്രയും നമുക്ക് അരച്ചുകൊണ്ട് വരാം. അരപ്പിന് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. ഈ അരപ്പ് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു മുട്ട ഇടാവേ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ഇല്ലെങ്കിൽ റവയാണെങ്കിലും ചേർക്കാം, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണേ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ മിനിമം ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഒരു ഓവർനൈറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, നന്നായിട്ട് പിടിച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാനിതിൽ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഗ്രീൻ കളറ് ഞാൻ ചേർത്തിട്ടില്ല. ഈ ഒരു പരുവൊക്കെ മതി. എണ്ണ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. തിരിച്ചു മറിച്ച് വിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്കിനും റെഡി ആയിട്ടുണ്ട്. പുറത്ത് കോരാറാകുമ്പോഴത്തേക്കിനും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവേ. അങ്ങനെ നമ്മുടെ വിജയ് സേതുപതി സ്പെഷ്യൽ ഗ്രീൻ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ആയിട്ട് അയക്കണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.